ഗുരുവായൂർ തിരുവെങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ദക്ഷിണ റെയിൽവേ ഇതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. തിരുവെങ്കിടം മേഖലയിലേക്കുള്ള റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നത്. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് റെയിൽവേയുടെ ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞത്. 5 മീറ്റർ വീതിയിലും 2.75 മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ബോക്സ് മാതൃകയിലാണ് നിർമ്മാണം. 6.46 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 12 മാസമാണ് നിർമ്മാണ കാലാവധി. മുഴുവൻ തുകയും റെയിൽവേയാണ് വഹിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ 7 ലക്ഷം രൂപ സെന്റേജ് ചാർജായി റെയിൽവേക്ക് അടച്ചതോടെയാണ് അടിപ്പാതയ്ക്ക് അനക്കം വെച്ചത്. ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് അടിപ്പാതയ്ക്കായി നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. NK അക്ബർ MLAയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിന്റെ ഘട്ടം എത്തിയതോടെ ദേവസ്വം ഭൂമി സൗജന്യമായി നൽകുന്നതിനെതിരെ ഹിന്ദു സംഘടനാ നേതാവ് കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചു. പിന്നീട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ ഗുരുവായൂരിലെത്തി നടത്തിയ പരിശോധനകൾക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അടിപ്പാത യാഥാർത്ഥ്യമാകുന്നത്.